നമസ്കാരം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായ സംഭവം അത്യന്തം ദൗർഭാഗ്യകരമാണെന്ന് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. അവിടെ UPS റൂമിലുണ്ടായ പൊട്ടിത്തെറിയെ തുടർന്ന് 4 നിലകളിലേക്കും പുക ഉയരുകയായിരുന്നു. പുതിയ കെട്ടിടത്തിലെ അത്യാഹിത വിഭാഗത്തിലാണ് ഇത് സംഭവിച്ചത്. അതിനെ തുടർന്ന് അത്യാഹിത വിഭാഗത്തിലുണ്ടായിരുന്ന അതിലടക്കം 200 രോഗികളെ അവിടെ നിന്ന് മാറ്റേണ്ടി വന്നു. അപ്പോൾ എന്താണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സംഭവിക്കുന്നത്? നമുക്ക് പരിശോധിക്കാം. വെൽക്കം ടു വിവേക് വ്യൂസ്. സംഭവം നടന്ന ഉടനെ തന്നെ ഡോക്ടർമാരും നഴ്സുമാരും മറ്റ് ആശുപത്രി ജീവനക്കാരും രോഗികളുടെ കൂട്ടിരിപ്പുകാരും നാട്ടുകാരും ഒക്കെ പെട്ടെന്ന് ഇടപെട്ട് രോഗികളെ എല്ലാം അവിടെ നിന്ന് മാറ്റിയതുകൊണ്ട് വലിയ അത്യാഹിതമാണ് ഒഴിവായത്. ഇതിനിടെ ഈ സംഭവം നടക്കുന്നതിനിടെ 5 മൃതദേഹങ്ങൾ മോർച്ചറിയിലേക്ക് മാറ്റുകയുണ്ടായി. അപ്പോൾ ഇവര് പുക ശ്വസിച്ച് മരിച്ചതാണെന്ന് ഇവരുടെ ബന്ധുക്കൾ ആരോപിച്ചു. എന്നാൽ അത് ആശുപത്രി അധികൃതർ അത് നിഷേധിക്കുകയുണ്ടായി. 3 മരണങ്ങൾ നടന്നത് അപകടത്തിന് തൊട്ടു മുമ്പായിരുന്നെന്നും ഒരാൾ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്ന വഴിക്ക് ആണെന്നും ആകെ ഒരേ ഒരാളാണ് വെന്റിലേറ്ററിൽ കിടന്ന ഒരു രോഗി ഈ സംഭവത്തിന് ശേഷം മരിച്ചതെന്നുമാണ് പ്രിൻസിപ്പൽ അറിയിച്ചിട്ടുള്ളത്. എന്നാൽ ഈ കാര്യത്തിൽ കൃത്യമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. എന്തെങ്കിലും വീഴ്ച ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് തക്കതായ ശിക്ഷ കൊടുക്കണം. മാത്രമല്ല, രോഗികൾ കുറച്ചുപേർ സർക്കാർ ആശുപത്രിയിൽ നിന്ന് പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് മാറുകയുണ്ടായി. ആ മാറിയവർക്കെല്ലാം അവരുടെ എല്ലാം ചികിത്സ സർക്കാർ ഏറ്റെടുക്കണം. മീൻസ് ധനസഹായം, ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കേണ്ടതാണ്. മലബാറിലെ ഏറ്റവും വലിയ ആതുര സേവന കേന്ദ്രമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി. ദിനംപ്രതി 3000 പേരാണ് അവിടെ ചികിത്സയ്ക്ക് എത്തുന്നത്. ആയിരക്കണക്കിന് പേരുടെ പാവപ്പെട്ട ആയിരക്കണക്കിന് പേരുടെ ആശ്രയമാണ് ഈ ആശുപത്രി. മനസ്കരായ ഡോക്ടർമാരും നഴ്സുമാരും ജീവനക്കാരും എല്ലാം ഒരുപാടുള്ള ആശുപത്രി തന്നെയാണ് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ്. പക്ഷേ അടിക്കടി ഉണ്ടാകുന്ന ചില അനിഷ്ട സംഭവങ്ങൾ ഈ ആശുപത്രിയുടെ കീർത്തിക്ക് മങ്ങലേൽപ്പിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. പ്രസവ ശസ്ത്രക്രിയക്കിടെ ഹർഷീന എന്ന യുവതിയുടെ വയറ്റിൽ കത്രിക വരച്ച് തുന്നിച്ചേർത്ത സംഭവത്തിൽ ആ യുവതി ഇന്നും നീതിക്കായി അലയുകയാണ്. ഈ തെളിവുകളെല്ലാം ഈ സംഭവത്തിൽ എതിരായിട്ട് പോലും അവർ വീഴ്ച സമ്മതിക്കാൻ തയ്യാറായിട്ടില്ല. ഇതിനെതിരെ അത്ര കടുത്ത നടപടികളൊന്നും വന്നിട്ടുമില്ല. പക്ഷെ ഒരു കാര്യം പറയാതെ നിവർത്തിയില്ല. ഇങ്ങനെ ഒരു ആതുര സേവന കേന്ദ്രമുണ്ട്, അവിടെ അധികം ചാർജ് ഇല്ല എന്നൊക്കെ കരുതി ഈ ആണ്ടുതോറും പ്രസവിക്കുന്ന പരിപാടിയും നിരോധിക്കേണ്ടതാണ്. ഈ ഹർഷീനയുടെ തന്നെ 3ാമത്തെ പ്രസവമായിരുന്നു അന്ന് അവിടെ നടന്നത്. 2023 മാർച്ചിലാണ് തൈറോയ്ഡ് ശസ്ത്രക്രിയ കഴിഞ്ഞ് അവിടെ കിടക്കുകയായിരുന്ന യുവതിയെ ലൈംഗികമായി പീഡിപ്പിക്കാനായിട്ട് ശ്രമം നടന്നത്. ഈ കേസിൽ അറ്റൻഡർ അറസ്റ്റിലാവുകയായിരുന്നു. പക്ഷേ അതിൽ അറ്റൻഡറിന് അനുകൂലമായിട്ടാണ് ആശുപത്രി നിന്നത്. മാത്രമല്ല, ഈ യുവതിയെ മാനസിക രോഗിയായിട്ട് ചിത്രീകരിക്കാൻ ശ്രമം നടത്തി. ആശുപത്രിയിലുള്ള മറ്റ് ജീവനക്കാരൊക്കെ ചേർന്ന് യുവതിയെ ഭീഷണിപ്പെടുത്തി. ആ ഭീഷണിപ്പെടുത്തിയവരെയൊക്കെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോലീസ് വൈകി. ഇവരെ ഈ ആശുപത്രി ജോലിയിലേക്ക് തിരിച്ചെടുക്കാനുള്ള ശ്രമങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. ഇപ്പോഴും നീതിക്കായി പോരാടുകയാണ് അതിജീവത. കൈക്ക് പൊട്ടലിന് കമ്പിയിടാൻ വന്നൊരു കേസിൽ ആ കമ്പി മാറിയിട്ടു, അങ്ങനെ ഒരു ആരോപണമുണ്ട്. പിന്നെ മാത്രമല്ല, ഒരു 4 വയസ്സുകാരി കൈ വിരലിന് പൊട്ടലേറ്റതിന് ശസ്ത്രക്രിയ നടത്തേണ്ടിയിരുന്നതാണ്. പക്ഷെ ആ കൊച്ചിൻ്റെ ശസ്ത്രക്രിയ നടത്തിയത് നാവിലാണ്. ഇങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ്. സ്തുത്യർഹമായ സേവനങ്ങളിലൂടെ ആശുപത്രിക്ക് ലഭിച്ച യശസ് കളഞ്ഞു കുളിക്കുന്നത് ചെറിയൊരു വിഭാഗം ജീവനക്കാരാണ്. അവർ വരുത്തുന്ന ഗുരുതര പിഴവുകളാണ്. പക്ഷേ എന്താണ് അവിടെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഗുരുതര പിഴവ് വരുത്തുന്ന ചെറിയ വിഭാഗത്തിന് ഒരു ധാരണയുണ്ട്, എന്ത് ചെയ്താലും അവർ സംരക്ഷിക്കപ്പെടുമെന്ന്. പക്ഷെ ആ സംരക്ഷിക്കപ്പെടുമെന്നുള്ള തോന്നൽ തന്നെയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കാര്യം, ഇവർക്കെതിരെ ആദ്യം തന്നെ ഒരു നടപടി എടുത്തിരുന്നുവെങ്കിൽ, ആദ്യത്തെ കേസിൽ തന്നെ നടപടി എടുത്തിരുന്നെങ്കിൽ ഇന്ന് ഈ ഘട്ടത്തിൽ ഇത്രയും അത്യാഹിതം അവിടെ സംഭവിക്കില്ലായിരുന്നു. ജീവനക്കാരെ നേർവഴിക്ക് നയിക്കാനും അവർ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടും എന്നുള്ള ബോധ്യം അവരിൽ വരുത്താനും സർവീസ് സംഘടനകൾക്ക് സുപ്രധാനമായ പങ്കുണ്ട്. എന്നാൽ അവരെന്താണ് ഇവിടെ ചെയ്യുന്നത്? ആളെ കൂട്ടാനും ജീവനക്കാർ വൃത്തികേടുകൾ കാണിച്ചാൽ അവർക്കൊപ്പം നിൽക്കാനും ഇങ്ങനെയൊക്കെയാണ് ഇവിടെ നടന്നു പോകുന്ന സംഭവങ്ങൾ. കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിലെ CPM അനുകൂല സംഘടന അവർ 2ആയി പിളർന്ന് എന്തിനാണ്? അവിടെ അഴിമതി കാണിച്ച, കൃത്യവിലോപം കാണിച്ച ഒരു ഉദ്യോഗസ്ഥനെതിരെ പരാതി പോകുന്നു. ആ പരാതി പോകുമ്പോൾ പരാതി കൊടുത്തയാൾക്കെതിരെയാണ് ആക്ഷൻ പോകുന്നത്, വൃത്തികേട് കാണിച്ചവർക്കെതിരെയല്ല. അപ്പോൾ ഈ സംഘടനകളൊക്കെ ഒരു മോബ് സൈക്കോളജിയിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ചിന്തിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യും. പക്ഷേ കൂട്ടത്തിൽ കൂടുമ്പോഴത്തേക്ക് കൂട്ടത്തിൻ്റെ ഒരു മനഃശാസ്ത്രം വേറെയാണ്. അതാണ് മോബ് സൈക്കോളജി. അപ്പോൾ ഈ രീതിയിലേക്ക് തരം താഴ്ന്നു പോകാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും എക്സ്ട്രാ എഫേർട്ട് ഇടുക തന്നെ വേണം. ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ എന്നും ജോലി ചെയ്യാം എന്നുള്ള ഒരു തോന്നലൊക്കെ ഉണ്ടായാൽ അവർക്ക് ഇതല്ല ഇതിനപ്പുറമുള്ള ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അവർക്കുണ്ടാവും. ആരുണ്ട് ഇവിടെ ചോദിക്കാൻ എന്നൊക്കെയുള്ള ഒരു ധിക്കാരപൂർവമായ ഒരു സമീപനമായിരിക്കും അവർ ഓരോ കാര്യത്തിലും എടുക്കുക. എന്തായാലും ഈ കേസിലെങ്കിലും സ്തുത്യർഹമായ നല്ല രീതിയിൽ ഒരു അന്വേഷണം നടക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.